ഹരേ കൃഷ്ണ. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്ന് നമുക്ക് ഭഗവത്ഗീത 9-ാമത്തെ അധ്യായത്തിൽ 11-ാമത്തെ ശ്ലോകത്തെ പറ്റി മനസ്സിലാക്കാം. അതിനു മുമ്പ് ഇന്നുവരെ എനിക്ക് നൽകിയ സപ്പോർട്ടിന് താങ്ക് യു സോ മച്ച്. അവജാനന്തി മാം മൂഢാ മാനുഷീം തനുമാശ്രിതം പരംഭാവമജാനന്തോ മമ ഭൂത മഹേശ്വരം. മനുഷ്യരൂപത്തിൽ വസിക്കുമ്പോൾ വിഡ്ഢികൾ എന്നെ അവഗണിക്കുന്നു. എല്ലാ ജീവജാലങ്ങളുടെയും മഹാനായ നാഥൻ എന്ന നിലയിൽ എൻ്റെ ഉന്നതനെ അവർ അറിയുന്നില്ല. ആത്മീയ പുരോഗതിയെ തടസ്സപ്പെടുത്തുന്ന ഒരു പ്രധാന തെറ്റിദ്ധാരണയാണ് ഈ വാക്യം വെളിപ്പെടുത്തുന്നത്. ദൈവികതയെ വെറും മനുഷ്യനായി തെറ്റിദ്ധരിക്കുന്നു. വിവേകമില്ലാത്തവർ മനുഷ്യരൂപത്തിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ തൻ്റെ യഥാർത്ഥവും അതീന്ദ്രിയവുമായ സ്വഭാവം തിരിച്ചറിയുന്നതിൽ പരാജയപ്പെടുന്നു എന്ന് കൃഷ്ണൻ വിലപിക്കുന്നു. അവർ ബാഹ്യരൂപം മാത്രമേ കാണുകയും എല്ലാ ജീവജാലങ്ങളെയും ജീവിപ്പിക്കുന്ന പരിധിയില്ലാത്ത ഭഗവാനെ അവഗണിക്കുകയും ചെയ്യുന്നു. ഒരാൾ രൂപത്തിൽ പറ്റിപ്പിടിച്ച് സത്തയെ നഷ്ടപ്പെടുത്തുമ്പോഴാണ് അത്തരം ആശയക്കുഴപ്പം ഉണ്ടാകുന്നത്. ചിഹ്നത്തെയോ പാത്രത്തെയോ അത് പ്രതിനിധീകരിക്കുന്ന യാഥാർത്ഥ്യമായി തെറ്റിദ്ധരിക്കുമ്പോൾ ഒരു പതാക ഒരു രാഷ്ട്രത്തെയോ ഒരു വിഗ്രഹത്തെയോ ദൈവികതയിലേക്ക് ചൂണ്ടുന്നതുപോലെ കൃഷ്ണൻ്റെ മനുഷ്യരൂപം മനുഷ്യരാശിയെ നയിക്കാനുള്ള ഒരു കാരുണ്യപരമായ മാർഗമാണ്. അവൻ്റെ അസ്തിത്വത്തിൻ്റെ പരിധിയല്ല ആത്മീയ പരിശീലനത്തിൽ ഈ പഠിപ്പിക്കൽ അന്വേഷകരെ ദൃശ്യങ്ങൾക്കപ്പുറത്തേക്ക് നോക്കാനും എല്ലാ രൂപങ്ങളിലും വ്യാപിച്ചിരിക്കുന്ന ദിവ്യ സാന്നിധ്യത്തെക്കുറിച്ചുള്ള ഉൾക്കാഴ്ച വളർത്തിയെടുക്കാനും പ്രേരിപ്പിക്കുന്നു. പരിചിതമായതിൽ മൂടുപടം കെട്ടിയിരിക്കുമ്പോൾ പോലും ഭഗവാന്റെ ഉയർന്ന സ്വഭാവം തിരിച്ചറിയുന്നത് ഉപരിപ്ലവമായ ആചാരത്തിൽ നിന്ന് യഥാർത്ഥ സാക്ഷാത്കാരത്തിലേക്ക് ഭക്തനെ നയിക്കുന്നു. എല്ലാ പേരുകൾക്കും രൂപങ്ങൾക്കും പിന്നിലുള്ള മാറ്റമില്ലാത്ത ആത്മാവിലേക്ക് സാധകനെ നയിക്കുന്നു. താങ്ക് യു സോ മച്ച്. നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.